യെസ്, ഷിൻ സെബാസ്റ്റ്യൻ ഒപ്പം ചേരുന്നുണ്ട് ദുബായിൽ നിന്ന്. ഷിൻസ്, ഈ GCC രാഷ്ട്രങ്ങൾ ഒരു യോഗം അടിയന്തരമായി ചേരാൻ തീരുമാനിച്ചിരുന്നുവല്ലോ, അത് കഴിഞ്ഞോ? ഇപ്പോൾ പ്രജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സൗദി തിരിച്ചടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അത് GCC കൂടിയാലോചനകൾക്കൊടുവിലുണ്ടായ ഒരു തീരുമാനമാണോ? അങ്ങനെയെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളാകെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ? പ്രതിരോധം മതി, ഇനി തിരിച്ചടിക്കുക എന്ന തീരുമാനത്തിലേക്കോ GCC? കൃഷ്ണരാജ്, GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഇന്ന് കൂടുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അത് മീറ്റിംഗിനെ പറ്റിയുള്ള മീറ്റിംഗ് കഴിഞ്ഞു, അതിനുശേഷമുള്ള നടപടി അല്ലെങ്കിൽ തീരുമാനം എന്താണെന്നുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. എന്നാൽ മീറ്റിംഗ് നടക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് സൗദിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു തീരുമാനം പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ തിരിച്ചടിക്കാനുള്ള തീരുമാനം ഉണ്ടായെന്ന് അറിയില്ല. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂർ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇതിന് കുറച്ചു നേരം മുൻപ് UAE ശക്തമായി ഇറാന് താക്കീത് നൽകിയിരുന്നു. ഇനിയും ആക്രമണം ഉണ്ടായ രാജ്യം ശക്തമായ പ്രതിരോധത്തിലേക്ക് തിരിച്ചടിയിലേക്ക് നീങ്ങുമെന്ന് UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം അൽ ഹാഷിമി ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. CNN നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മന്ത്രി UAEയുടെ കടുത്ത നിലപാട് വ്യക്തമാക്കിയത്. അയൽരാജ്യം എന്ന നിലയിൽ UAE എന്നും മാന്യമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഇറാനാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം തന്നെ രാജ്യത്തെ നിർണായക കേന്ദ്രങ്ങളിൽ സുരക്ഷാ സേനയുടെ വിന്യാസം വർദ്ധിപ്പിച്ചതായും ദേശീയ ഫെഡറൽ തലങ്ങളിലെ പ്രവർത്തന കേന്ദ്രങ്ങൾ 24 മണിക്കൂർ സജ്ജമാക്കിയതായും UAE അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും ഇനി പ്രതിരോധമല്ല, ഇനി ഒരു തിരിച്ചടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് കൃഷ്ണരാജ് ഉള്ളത്. ഇതോടൊപ്പം കാര്യം പറയേണ്ടത് ഇറാന്റെ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. കുറച്ചു നേരം മുൻപ് അബുദാബിയിലെ അൽസലാം നേവൽ ബേസിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. അവിടുത്തെ വെയർ ഹൗസിലെ 2 കണ്ടെയ്നറുകൾ തീ പിടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവിടുന്ന് അപകടം, ആളപായമോ മരണമോ ഉണ്ടായ റിപ്പോർട്ടില്ല. 2 ഇറാനിൽ നിന്നുള്ള 2 ഡ്രോണുകളാണ് സൈനിക താവളത്തിലെത്തിയത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഈ ആക്രമണത്തെയും UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചിരുന്നു. ഇതോടൊപ്പം നാളെ പ്രധാനമായി UAE കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. നാളെ മുതൽ UAE സ്കൂളുകൾ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറിയിരിക്കുകയാണ്. 2, 3, 4 തീയതികളിൽ UAE സ്കൂളുകൾ തുറക്കില്ല. ഇതോടൊപ്പം തന്നെ 3 ദിവസം UAE സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചിരിക്കുകയാണ്. ആളുകൾ കൂട്ടം കൂടുന്നതൊക്കെ ഒഴിവാക്കാനായി വർക്ക് ഫ്രം ഹോമിലേക്ക് UAE സ്വകാര്യ മേഖല മാറുന്നു. ഇതോടൊപ്പം തന്നെ പ്രധാനമായി പറയുന്നത് UAE എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ഇന്ന് ഗ്ലോബൽ വില്ലേജ് അടച്ചിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ UAE സജ്ജമാണ്, എന്തിനെ നേരിടാനുള്ളൊരു സജ്ജമായിരിക്കുകയാണ്. ഇനി എന്താ പ്രതിരോധമല്ല, ഇനി അതിനെതിരെ ഒരു എന്താ പറയുക തിരിച്ചടി കൊടുക്കാനുള്ള ഘട്ടത്തിലേക്ക് UAE കിടക്കുകയാണ് നമ്മളിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് കൃഷ്ണരാജ്. അല്ല ഷിൻസ്, ഈ ദുബായിൽ കാര്യങ്ങൾ എങ്ങനെയാണ്? മലയാളികൾ ഏറെയുള്ള ഇടമാണ്. കുറച്ചു മുമ്പ് ഒരു സുഹൃത്ത് ഒരു ദൃശ്യം അയച്ചു തന്നു. അതായത് അയാളുടെ വസതിക്ക് മുന്നിൽ, അവർ താമസിക്കുന്ന ഇടത്തിന് സമീപത്ത് തൊട്ടടുത്തായി ഈ ഒരു മിസൈലിൻ്റെ കഷ്ണങ്ങൾ 2 വീണ് കിടക്കുന്ന ദൃശ്യങ്ങൾ അയച്ചു തന്നു. കൃഷ്ണരാജ്, ഇന്ന് വൈകിട്ടോടെ UAE ദുബായിലെ കിസൈസില് ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. അതിനെ UAE പ്രതിരോധിച്ചു. അതിന്റെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയിൽ വീണിട്ടുണ്ട്. പക്ഷെ ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്നാൽ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയിൽ വീണിട്ടുണ്ട്. നമുക്ക് പുറത്തിറങ്ങി കാണാൻ സാധിക്കുക ആകാശ യുദ്ധമാണ്. അതായത് ഇറാനിൽ വിടുന്ന ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും UAE പ്രതിരോധ സംവിധാനം തകർക്കുകയാണ് ആകാശത്ത് വെച്ച്. അപ്പോൾ വലിയ ശബ്ദം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ആൾക്കാർക്കിടയിൽ ഒരു ഭീതി അല്ലെങ്കിൽ ഒരു ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. എന്നാൽ UAE സുരക്ഷിതമായി ആണ് UAE കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ ഇത് തകർക്കേണ്ടത് UAE ആവശ്യകത ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾക്കാർ പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ചെറിയൊരു പരിഭ്രാന്തിയുണ്ട്. അതോടൊപ്പം തന്നെ എയർപോർട്ട് ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നാട്ടിലേക്ക് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇതും പ്രവാസികളെ സംബന്ധിച്ച് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. നിലവിലെ സാഹചര്യം വെച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. കൃത്യമായി UAE ഗവൺമെന്റ് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. പ്രവാസികളും ഇവിടുത്തെ താമസക്കാരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭാരതത്തിലെ എംബസി കോൺസുലേറ്റുകളും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതുപോലെ തന്നെ വിവിധ ഭക്ഷ്യ കമ്പനികൾ ഇവിടെ സഫീഷ്യന്റ് ആവശ്യമായ ഫുഡ്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ ഇവർക്ക് പലരും
സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി കൂടുതലായി അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. നിരവധിയായ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്, അത്യാവശ്യ സാധനങ്ങൾ. എന്നാൽ ഇപ്പോൾ UAE ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്ന് അറിയിപ്പുണ്ടായിരിക്കുന്നത് ഇവിടെ ആവശ്യമായ ഫുഡ് അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾ കൃത്യമായി ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ വിമാന സർവീസ് വ്യോമപാത അടച്ചതുകൊണ്ട് UAEയിലേക്കുള്ള ഫുഡ് വരുന്നത് ഇങ്ങോട്ടുള്ള ഫുഡുകൾ മിക്കവാറും പുറത്തുനിന്നാണ് വരുന്നത്. ഇവിടുത്തെ ഭക്ഷ്യ മേഖലയിലേക്ക് ഫുഡുകൾ ഇങ്ങോട്ട് പുറത്തുനിന്നാണ് വരുന്നത്. ഇതിപ്പം വിമാന സർവീസ് ഇല്ലാതാകുന്നതോടുകൂടി UAEയിൽ ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമോ എന്നൊക്കെ ആൾക്കാർക്കിടയിൽ ഒരു ആശങ്ക ജനിക്കുന്നുണ്ട്. ഞാൻ ഷിൻസിലേക്ക് വരാം.